ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും വ്യവസായിയും വെളിപ്പെടുത്തിയ ഡി മണിയെ കണ്ടെത്തി പ്രത്യേക അന്വേഷണ സംഘം. ഡിണ്ടിഗൽ സ്വദേശിയായ ബാലമുരുകനാണ് ഡി മണി എന്നാണ് കണ്ടെത്തൽ. ചെന്നൈയിലെത്തിയ അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്യുകയാണ്. രമേശ് ചെന്നിത്തല നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം ഡി മണിയെ തേടി ചെന്നൈയിലെത്തിയത്. ശബരിമല സ്വർണ്ണക്കള്ളക്കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പുരാവസ്തു ഇടപാടുകാരനായ ഡി മണിക്ക് അടുത്ത ബന്ധമുണ്ടെന്നായിരുന്നു ചെന്നിത്തലയുടെയും മലയാളിയായ വ്യവസായിയുടെയും ആരോപണം. സ്വർണം ഉരുക്കിയെടുക്കുന്നതിനേക്കാൾ വലിയ വിഗ്രഹക്കടത്ത് ശബരിമലയിൽ നടന്നുവെന്നാണ് ഇദ്ദേഹം SITക്ക് മൊഴി നൽകിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്വർണ്ണക്കൊള്ളയിൽ ഡി മണിക്ക് നേരിട്ടോ പരോക്ഷമായോ പങ്കുണ്ടോ എന്നാണ് SIT പരിശോധിക്കുന്നത്. ഇന്നലെ 2 മണിക്കൂർ ഡി മണി എന്ന ബാലമുരുകനെ പ്രാഥമികമായി ചോദ്യം ചെയ്ത ശേഷമാണ് ഇന്നും ചോദ്യം ചെയ്യുന്നത്. ഇയാളുടെ കൂട്ടാളിയായ ശ്രീകൃഷ്ണനെയും ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ബാലമുരുകനെതിരെ മനുഷ്യക്കടത്തിനടക്കം കേസുണ്ട്. ഇദ്ദേഹത്തെ കണ്ടെത്തിയതിനു പിന്നാലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡി സുധീഷ് കുമാറിനെയും ജയിലിലെത്തി അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. തിരുവനന്തപുരം കരമനയിലെ സബ് ജയിലിൽ SP ശശിധരൻ നേരിട്ടെത്തിയാണ് ചോദ്യം ചെയ്തത്. മീഡിയ 1 തിരുവനന്തപുരം.